നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രചാരണം തന്നെയാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലാശക്കൊട്ട് നാളെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അതിനുശേഷം നാളെ നിശബ്ദ പ്രചാരണമാണ്. പിന്നീട് ഈ വടക്കൻ ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കും. 13-ാം തീയതി വിധി നിർണ്ണയിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ. എന്തായാലും ശക്തമായ പ്രചാരണം തന്നെയാണ് എല്ലാ മുന്നണികളും ഈ ജില്ലയിലടക്കം എല്ലാ ഇടങ്ങളിലും വടക്കൻ ജില്ലകളിൽ എല്ലാ ഇടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീലിമ, ശരി. മലപ്പുറത്തെ കാഴ്ചകളാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്. ഇപ്പോൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് അവിടുത്തെ കലാശക്കൊട്ടിലെ വിശേഷങ്ങൾ? എങ്ങനെ പുരോഗമിക്കുന്നു? രോഹിണി, വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂരിലും കലാശക്കൊട്ട് പുരോഗമിക്കുന്നത്. കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മുനീശ്വരൻ കോവിൽ പരിസരത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഘോഷയാത്രയായി നേരെ ഈ മുനീശ്വരൻ കോവിൽ പരിസരത്തേക്ക് പോയ ശേഷം അവിടെയാണ് കൊട്ടിക്കലാശം സമാപിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നത്തെ കൊട്ടിക്കലാശത്തോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. NDAയുടെ കൊട്ടിക്കലാശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ എല്ലാവരും ഉള്ളത്. ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിർത്തി, പ്രവർത്തകരെയും മുഴുവൻ അണിനിർത്തിക്കൊണ്ട് വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മുനീശ്വരൻ കോവിലിന്റെ പരിസരത്തേക്കാണ് ഈ ഒരു കൊട്ടിക്കലാശം. ഇവിടുന്ന് ഘോഷയാത്രയായിട്ടാണ് പോവുക. അതിനുശേഷം അവിടെ ആഹ്ലാദ പ്രകടനത്തോടുകൂടി ഈ ഒരു ചടങ്ങ് അവസാനിക്കുകയും ചെയ്തു. അതിലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശത്തിന് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ BJP നിർണായക കക്ഷിയാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ആഘോഷങ്ങൾക്ക് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തോടുകൂടി പരിസമാപ്തി കുറിക്കുന്നത്. ഇതിലും പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ളത്. BJPയുടെ ദേശീയ സമിതി അംഗം C. രഘുനാഥും അതുപോലെ തന്നെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറും അടക്കം ഈ ഒരു കലാശക്കൊട്ടിന് നേതൃത്വം നൽകിക്കൊണ്ട് ജാഥയ്ക്ക് മുൻനിരയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിലും വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയണം നമുക്ക്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ നേതാക്കന്മാരുടെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് ഉൾപ്പെടെ നമുക്ക് പോകാമെന്ന് കൂടിയാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം C. രഘുനാഥ് ചേർന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ? ഏറെ ആവേശഭരിതമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ആരവമാണ് എൻ്റെ പിൻഭാഗത്ത് കാണുന്നത്. ഒരു വലിയ വിജയം ഞങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷനകത്ത് ചരിത്രത്തിലാദ്യമായി ഈ കോർപ്പറേഷൻ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും വീടുകൾ കയറുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ, ആളുകളുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ട്രെൻഡ് ഇതുവരെ ഇല്ലാത്ത ഒരാവേശം ജനങ്ങളിലുണ്ട്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളം മാറും, കണ്ണൂരും മാറും, ഈ കോർപ്പറേഷനും മാറുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ചരിത്രത്തിലാദ്യമായി കണ്ണൂർ കോർപ്പറേഷനകത്ത് ഞങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുക എന്ന് മാത്രമല്ല, ഭരണരംഗത്ത് പിടിമുറിക്കാൻ, ഭരണരംഗത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പം എത്രത്തോളം സീറ്റുകൾ ഇത്തവണ നമുക്ക് പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? ഭരിക്കാനുള്ള സീറ്റുകൾ നമുക്കുണ്ടാകും. നിലവിൽ ഒരു സീറ്റിൽ മാത്രമുള്ള ഭാരതീയ ജനതാ പാർട്ടി കണ്ണൂർ കോർപ്പറേഷനകത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കി മുന്നോട്ട് പോകും. ഇപ്പോൾ BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ കൂടി നമ്മോടൊപ്പം ചേർന്നു. കണ്ണൂർ ജില്ലയിൽ BJP അതിഗംഭീരമായ വിജയം നേടും. കണ്ണൂരിനെ ഇത്രയധികം വികസന മുരടിപ്പുണ്ടാക്കിയത് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരുമാണ്. ഈ നാടിൽ വികസനം ദാഹിക്കുന്നു. ജനങ്ങൾ വഞ്ചിതരാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കുന്നതിൽ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും ദയനീയ പരാജയമാണ്.
കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകൾ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും മുന്നണിയും അതുപോലെ കോൺഗ്രസും മുന്നണികളുമാണ്. ഈ മുന്നണി ഭരണം, ഇടത് വലത് മുന്നണി ഭരണം നമ്മുടെ നാടിനെ ഒരു സ്വപ്നം പോലെ കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ വികസന മുരടിപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. വികസനം എന്നുള്ള പാതയിലേക്ക് നമ്മുടെ നാട് പോകുന്നില്ല. ഈ ഒരു സ്ഥിതിവിശേഷം മാറണം. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തിയിരിക്കുന്നത് വികസിത കണ്ണൂർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്, വികസിത ഭാരതം. വികസിത ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ വികസിത കണ്ണൂർ യാഥാർത്ഥ്യമാകണം. ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ BJP വലിയ ഗംഭീരമായൊരു വിജയം നേടും. പല ഡിവിഷനുകളും BJP ജയിക്കുന്നൊരു സാഹചര്യമുണ്ട്. ജനങ്ങൾ BJPയെ അംഗീകരിക്കുന്നു. ജനങ്ങൾ BJP നൽകുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് വിശ്വാസത്തിന് കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനമാണ്. ആ വികസനം കണ്ണൂർ കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാകണം. കണ്ണൂർ ജില്ലയിൽ BJP ജനങ്ങളുടെ മുമ്പാകെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം, കരിവള്ളൂർ മുതൽ മാഹി വരെ റെയിൽപാത, അതായത് മെട്രോ റെയിൽ കരിവള്ളൂർ മുതൽ മാഹി വരെ BJP ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്, മെട്രോ റെയിൽ എന്നുള്ളത്. മറ്റൊന്ന്, കണ്ണൂരിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് മേൽപ്പാലം, സൂപ്രണ്ട് ഗേറ്റ് മുതൽ താഴെ ചൊവ്വ വരെ മേൽപ്പാലം, അതുപോലെ കാൽടെക്സ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ മേൽപ്പാലം. ട്രാഫിക് കൊണ്ട് കുരുങ്ങുകയാണ് ജനങ്ങൾ. ട്രാഫിക് ബുദ്ധിമുട്ട്, ഗതാഗത കുരുക്കുണ്ടാക്കിയത് കോർപ്പറേഷൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഭരണാധികാരികളാണ്, മുനിസിപ്പാലിറ്റി ഭരിച്ച ഭരണാധികാരികളാണ്. 150 വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ കണ്ണൂർ പട്ടണത്തിന്, മുനിസിപ്പാലിറ്റി ആയിട്ടും കോർപ്പറേഷനായിട്ടും. ഈ വികസന വിരുദ്ധമാണ് ഇവിടെ സ്വീകരിച്ചത്. ഇതിനെതിരായ ഒരു ശക്തമായ വിധിയെഴുത്താണ് ജനങ്ങൾ മറ്റന്നാൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പാകുമെന്ന ഒരു പ്രതികരണം തന്നെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥാനാർത്ഥികളെയും അണിനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശം ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരടക്കം വലിയ ആവേശത്തിൽ തന്നെയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ നേട്ടം ഇത്തവണ കോർപ്പറേഷനിലും കണ്ണൂർ ജില്ലയിലും എങ്ങും ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. BJP കോർപ്പറേഷനെ നിർണായക ശക്തിയാകും. ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം പോലും നേടാൻ പറ്റുന്ന തരത്തിലേക്ക് BJPയുടെ സംഘടനാ ശേഷി ഇവിടെ വളർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ നമ്മോട് പ്രതികരിക്കുന്നത്. രോഹിണി. മിഥുൻ, വളരെ ആവേശകരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ണൂരിൽ കാണുന്നത്. കണ്ണൂരിൽ ഇടത് കോട്ടകളിലേക്കെല്ലാം BJPയുടെ വലിയ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക പങ്കുവയ്ക്കുന്ന സാഹചര്യമുണ്ടായി CPM. പാർട്ടി കോൺഗ്രസിലടക്കം കണ്ണൂരിൽ BJPയുടെ വളർച്ചയെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. CPMന്റെ പാർട്ടി കോൺഗ്രസിലടക്കം സംസ്ഥാന സമ്മേളനത്തിലടക്കം. നോക്കൂ, വലിയ പ്രാതിനിധ്യം നമുക്ക് കാണാൻ കഴിയുകയാണ്. ഒരു കാലത്ത് ഇടത് കോട്ടകളായി മറ്റാരെയും അവിടേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന ഇടത് കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കിക്കൊണ്ട് അവിടെ CPMന്റെ വലിയ കടന്നുകയറ്റമാണ് അവിടെ BJPയുടെ വലിയ കടന്നുകയറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലല്ലേ ഇന്നത്തെ കലാശക്കൊട്ടിലെയും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാട്ടിത്തരുന്നത്. വലിയ ജനകീയ പങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട് BJPയുടെ ഈ കലാശക്കൊട്ടിൽ. വോട്ടുകൾ നേടിക്കൊണ്ട് കണ്ണൂരിലെ NDA സ്ഥാനാർത്ഥി ചരിത്രം കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ 1 ലക്ഷം വോട്ടിന് മുകളിലേക്ക് കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥി വോട്ട് നേടാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടി എതിരാളികളെ പോലും ഞെട്ടിക്കുന്ന ഒരു പ്രകടനം BJPയുടെ അന്നത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന C. രഘുനാഥ് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഓരോ പ്രവർത്തകന്റെയും ആവേശം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. മാത്രമല്ല ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ രീതിയിൽ അതായത് മുൻനിര പാർട്ടികളോടൊക്കെ, അതായത് CPMനോടും കോൺഗ്രസിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് BJP നടത്തിയത്. ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇത്തവണ ഊർജ്ജമായി മുന്നിൽ നിൽക്കുന്നതും. അതുതന്നെയാണ് ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ കരുത്തുയർത്തിക്കൊണ്ട് ശക്തമായ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രവർത്തകരെയും നേതാക്കളെയും ഒരുപോലെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും. ഏതായാലും നേരത്തെ നീലിമ പറഞ്ഞു നിർത്തിയെടുത്താണെങ്കിൽ CPMന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും BJP ശക്തി പ്രാപിക്കുന്നുവെന്ന് അവരുടെ പാർട്ടി നേതൃത്വം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്.
അവരുടെ പാർട്ടി രേഖകളിൽ ഉൾപ്പെടെ പാർട്ടി സമ്മേളനങ്ങൾ ഉൾപ്പെടെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ സുപ്രധാനമായ പല ഡിവിഷനുകളിലും അപ്രതീക്ഷിത വിജയം നേടിക്കൊണ്ട് BJP ചരിത്രം കുറിക്കുമെന്നൊരു കാര്യം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ വിദഗ്ധർ ഉൾപ്പെടെ കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തവണ BJP സാന്നിധ്യം അറിയിക്കും. പലയിടത്തും സംഘടനാശേഷി കൊണ്ട് CPM-നോട് കിടപിടിക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രതിഫലിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് BJP വിജയിക്കുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റ് പാർട്ടികൾ വോട്ട് മറിച്ചുകൊണ്ട് എതിരാളികളെ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല. അവർക്ക് അട്ടിമറിക്കാൻ കഴിയുന്നതിനേക്കാൾ മുകളിൽ വോട്ട് നേടിക്കൊണ്ട് BJP വിജയം നേടുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. നീലിമ, മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലമായ പിണറായിയിൽ പോലും BJPയുടെ വലിയൊരു മേൽക്കൈ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞതാണ്. പിണറായിയുടെ വീടിരിക്കുന്ന വാർഡിൽ പോലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം, ആ കണക്കുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തൊട്ടാകെ 20%-ലധികം വോട്ട് വിഹിതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി മുകളിലേക്ക് ഉയരുന്ന കാഴ്ചകൾ ആണ് ഈ മറ്റ് 7 ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ. ഈ കാഴ്ചകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശത്തിലും BJPയുടെ കൊട്ടിക്കലാശത്തിൽ വലിയ പ്രാതിനിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്തരത്തിലാണ് കണ്ണൂരിലായാലും തൃശ്ശൂരിലായാലും മലപ്പുറത്തായാലും അവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ്. സാനു ചേരുന്നുണ്ട്. സാനു, അത്യാവേശകരമായ കലാശക്കൊട്ടാണ്, വലിയ ആവേശമാണ് അവിടെ NDAയുടെ കേന്ദ്രങ്ങളിൽ ഉള്ളത്. വിവരങ്ങൾ. സാനു, തൃശ്ശൂരിനെയാണ് BJP നേതാക്കൾ ഈ സംസ്ഥാനത്തെമ്പാടും ഉദാഹരണമായി മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നത്. തൃശ്ശൂരിൽ അലയടിച്ച ആ വികാരം കേരളത്തിലെമ്പാടും പ്രതിഫലിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് BJP നേതാക്കൾ ഈ ഘട്ടത്തിൽ പോലും നമ്മോട് പങ്കുവച്ചത്. അത്തരത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലല്ലേ തൃശ്ശൂരിലെ കാഴ്ചകൾ? ആ മാറ്റം കേരളമാകെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അലയടിക്കും. BJP നേതാക്കൾ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് അനുവാദികമായിട്ടുള്ള പ്രചരണം അത് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിന്റെ അലയൊലികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ അത്യന്തം ആഘോഷപൂർവ്വമായിട്ടുള്ള കൊട്ടിക്കലാശമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ ഒരു വിജയത്തെ ഹാങ് ഓവർ മാറുന്നതിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുക, അതായത് തൃശ്ശൂരും തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകളിൽ അധികാരത്തിൽ വന്നുകൊണ്ട് കൊടുങ്ങല്ലൂർ അടക്കമുള്ള നഗരസഭകൾ, അതേപോലെ തന്നെ തൃപ്പൂണിത്തറ അടക്കമുള്ള നഗരസഭകളിൽ ഭരണം പിടിക്കുമെന്ന് BJP അല്പം മുമ്പ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതും അത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത് അതായത് 20%-ലധികം വോട്ട് ഷെയറോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത്. അത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത്യന്തം ആഘോഷപൂർവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ അതിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം തൃശ്ശൂരിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ ആണെങ്കിൽ 7 നഗരസഭ തന്നെ മറ്റു പഞ്ചായത്തുകളിലും കേന്ദ്രങ്ങളിലും സമാന നിലയിലുള്ള കൊട്ടിക്കലാശം നടക്കുകയാണ്. വലിയ സാനു, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സാനുവിലേക്ക് തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. This is no ordinary sky. This is where legends are born. Space transition. In the vast expanse above, the Indian Air Force reigns, unseen.
Unstoppable. Unmatched. To be a cut above. जहां यादगार होता है हर एक किस्सा। इको रिट्रीट ओडिशा। തൃശൂർ മുതൽ കാസർഗോഡ് വരെ മറ്റന്നാൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് 6 മണി വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം. ഇപ്പോൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പരസ്യപ്രചാരണം കൊട്ടിക്കലാശം നടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, വലിയ ആവേശം കോഴിക്കോട് നമുക്ക് കാണാൻ കഴിയും. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് NDA BJP അവിടെ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. വലിയ വികസന പ്രവർത്തനങ്ങൾ, കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വമ്പൻ വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. 109 കോടി രൂപ ചെലവഴിച്ച് 5500-ലധികം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയതിനൊപ്പം അമൃത്, സ്വച്ഛ് ഭാരത് പദ്ധതികളിലൂടെ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കി. ഇങ്ങനെ എണ്ണമറ്റ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കലാശക്കൊട്ടിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വലിയ ആവശ്യത്തോടെ പ്രവർത്തകരുടെ കാണുന്നുണ്ട്. വോട്ടർമാരിലാണ് വലിയ വികസനം മനസ്സിനെ ജനവിധി അറിയാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ആ ആവേശം ഒരു മാസം നീണ്ടുനിന്ന കാണുന്നിട്ടുള്ള ആ പരസ്യ പ്രചരണത്തിന് വലിയൊരു സമാപനം കുറിക്കുമ്പോഴും അത് വോട്ടർമാരും ഒപ്പം തന്നെ പ്രവർത്തകരും അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കോഴിക്കോട് പാളയം ജംഗ്ഷനിൽ കാണാൻ കഴിയുന്നത്. കുട്ടികളടക്കമുള്ളവർ, കുടുംബാംഗങ്ങളടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഓരോ പ്രവർത്തകരും അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ ഒരു ആഘോഷം അത് നടക്കുക തന്നെയാണ്. ഈ സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ വരവേറ്റുകൊണ്ട് ഇവർ പാളയം ജംഗ്ഷനിൽ ആടി പാടി മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ ആഘോഷ പരിപാടികളും കലാപരിപാടികളും എല്ലാമായിട്ട് നിലനിർത്തിക്കൊണ്ട് BJP ജില്ലയിൽ അടക്കം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത് വലിയ വികസന മുന്നേറ്റങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ പ്രാവർത്തികമാക്കുക, അതെല്ലാം തന്നെ പറയുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് എത്തിയ സ്ഥാനാർത്ഥികൾ ഈ പ്രചരണത്തിൽ എല്ലാം തന്നെ ആഗ്രഹം അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. അങ്ങനെ പ്രവർത്തകർ ഒരു ദിനം മാത്രം ഈ ഒരു കലാശക്കൊട്ടിനെ ഇപ്പോഴും ഈ പാളയം വേദിയാകുമ്പോൾ അങ്ങേയറ്റം കളറാക്കി തന്നെ മാറ്റുകയാണ്. തുടരുക. ഇപ്പോൾ അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. പാലക്കാട് വലിയ ആവേശമാണ് അരുൺ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളെയും വിറപ്പിച്ചതാണ് BJP. എങ്ങനെയാണ് അവിടെ BJPയുടെ കലാശക്കൊട്ടിലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്? വിവരങ്ങൾ. നിലിമാർ, തീർച്ചയായിട്ടും പാലക്കാട് ശക്തമായ രീതിയിൽ, അതായത് ഇത്തവണ പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രചാരണം, കലാശക്കൊട്ട്, അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.
വലിയ ആവേശം എന്ന് പറയാം. അത്രയും ആവേശത്തിലാണ് BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പാലക്കാട് വടക്കന്തറക്കാവ് മൈതാനത്ത് നിന്നാണ് NDAയുടെ ഈ ഒരു കലാശക്കൊട്ടിൻ്റെ ഭാഗമായുള്ള പരിപാടി ആരംഭിച്ചത്. അതിപ്പോൾ ഈ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് BJP പ്രവർത്തകരാണ് കുങ്കുമ ഹരിത പതാകയും ഏന്തിക്കൊണ്ട് ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ടൊക്കെ അവരെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു മണ്ണാണ് പാലക്കാട്. കാരണം BJP ആദ്യമായി അധികാരത്തിലേറിയ നഗരസഭ, അത് കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിലേറിയ നഗരസഭ പാലക്കാട്. ആ പാലക്കാട് ഇത്തവണ തുടർച്ചയായ മൂന്നാമതും ഹാട്രിക് വിജയം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ആ ഹാട്രിക് വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് BJP ക്യാമ്പുകൾ, NDA ക്യാമ്പുകൾ ഈ അവസാന മണിക്കൂറിലും ആ പ്രചാരണം കൊഴുപ്പിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ഇത്തവണ നഗരസഭയിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കുന്നതിനൊപ്പം തന്നെ അനവധി പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ ഭരണത്തിൽ കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം NDA ക്യാമ്പുകളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഷൊർണൂർ നഗരസഭ, ഒറ്റപ്പാലം നഗരസഭ, അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്ത്, പറളി പഞ്ചായത്ത്, മലമ്പുഴ പഞ്ചായത്ത്, എലപ്പള്ളി പഞ്ചായത്ത്, വാണിയംകുളം പഞ്ചായത്ത്, അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ പുതൂർ, അഗളി പഞ്ചായത്തുകൾ, ഇവിടങ്ങളിലൊക്കെ അധികാരത്തിൽ കയറുന്ന തരത്തിലുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ അതിന് വേണ്ട തരത്തിലുള്ള എണ്ണയിട്ട യന്ത്രം പോലെ തങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് വോട്ടർമാർക്ക് കൃത്യമായിട്ട് തന്നെ വോട്ടർമാരുടെ ഇടയിൽ തങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. ഏതായാലും ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ NDAക്കൊപ്പം BJPക്കൊപ്പം നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് BJP ക്യാമ്പുകളിലുള്ളത്. പ്രത്യേകിച്ചും BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വികസനം പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, കോൺഗ്രസ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ അടിമുടി വിവാദങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. പാലക്കാട് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ അവർ ആനയിച്ച് കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA, ആ MLA പലതരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിലും മറ്റും പെട്ട് ഒരു ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന് അവസാനം പോലീസ് ബലാത്സംഗത്തിൽ കേസെടുക്കുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായി. ഇപ്പോഴും പാലക്കാട്ടെ MLA ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ കേരളത്തിൽ വലിയൊരു ശതമാനം ജനങ്ങൾ വിധി എഴുതിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ രാഹുൽ പോളിംഗിൽ ഉണ്ടായിട്ടില്ല. പോളിംഗ് ചെയ്യാൻ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും MLA ഒളിവിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഒരു വശത്ത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ്. പാലക്കാട് നഗരസഭ തങ്ങൾ ഇതാ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഒരു നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകണം. കണ്ണൂരിൽ വലിയ പങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. മിഥുൻ, എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാഴ്ചകൾ, വിവരങ്ങൾ? നിലിമ, വലിയ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. വലിയൊരു പ്രവർത്തകരുടെ കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. BJP ദേശീയ ഉപാധ്യക്ഷൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി അല്ലെങ്കിൽ കൊട്ടിക്കലാശ റാലിയുടെ മുൻപിൽ തന്നെയുണ്ട്. എങ്ങനെയുണ്ട് BJP? കണ്ണൂർ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി മാറാൻ പോവുകയാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. നല്ല വിജയം, ഒരുപാട് സീറ്റുകളിൽ താമര വിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കേരളം മാത്രമല്ല, ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇവിടെ ഉണ്ടാവും. പിണറായി വിജയന്റെ കണ്ണൂരിൽ വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടി നേടും. അപ്പോൾ ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയടക്കം താങ്കൾക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു അഭിമാന പ്രശ്നമായി കണ്ടു തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ? ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു ചരിത്ര വിജയം നേടും. നമുക്ക് റിയാലിറ്റി ഗ്രൗണ്ട് സ്ഥിതി വളരെ അനുകൂലമായിട്ടാണുള്ളത്. ഇപ്പോൾ ഓരോ വീട്ടിലടക്കം ഗൃഹസമ്പർക്കമാണ് പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓരോ വീടുകളിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എങ്ങനെയായിരുന്നു? അതായത് ഞങ്ങൾ വീടുകളിൽ ചെന്നപ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, താമരക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നമ്മൾ അയ്യപ്പനെ കട്ടുകൊണ്ടുപോകുന്ന പറഞ്ഞത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമരെഴുത്ത്. യഥാർത്ഥത്തിൽ
കേരളത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തകർത്തിരിക്കുകയാണ്. ഈ കണ്ണൂരിൽ നിന്ന് സാധാരണ വോട്ടർമാർ പറയുന്നത് ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ശാപം മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമാണ്. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, ഇടത്തരക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സീറ്റ് വലിയന്നൂര് ലീഗിന് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല റജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് SDPIക്കാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും കൂട്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ ചെന്ന് പറയുന്നത് ഞാനാണ് പശുക്കുട്ടീനെ അറുത്തത്, നിങ്ങൾക്ക് ബീഫ് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന് പറയുന്നു. ഈ റജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ ചിന്തിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം വികാരജീവികളാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ പശുക്കുട്ടീനെ അറക്കുന്ന ആളല്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരെ പോലും വളരെ വില കുറച്ച് കാണുന്ന ഒരുപക്ഷെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വളരെ കുടുസായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കോൺഗ്രസ് തകർന്നിരിക്കുന്നു, കോൺഗ്രസ് ക്ഷയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ശാപം. അതിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും ഇത്. പലപ്പോഴും ഈ വിജയത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വിജയത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുത്ത് ഈ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നൊരു ആരോപണം ഗൗരവമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ പരസ്പരം സഹകരിച്ചാലും, അവർ ഇന്ത്യ മുന്നണിയാണ്, അവർ പരസ്പരം സഹകരിച്ചാലും ഞങ്ങളെ വിജയത്തെ തടയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവരുടെ വോട്ടുകൾ കൂട്ടിയാലും അതിലും നല്ല വോട്ട് നമുക്ക് പല മണ്ഡലങ്ങളിലും പല ഡിവിഷനിലും കിട്ടാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഏതായാലും നന്ദി അബ്ദുള്ളക്കുട്ടി. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഒരുപോലെ ആവേശത്തിലാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോഴുള്ളത്. ഇതിലും വൻപിച്ച വിജയം തന്നെ കണ്ണൂർ ജില്ലയിൽ ഇത്തവണ BJP ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നീലിമ, മിഥുൻ, കണ്ണൂരിൽ BJP വളരെ ശക്തമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൃഹസമ്പർക്ക പരിപാടികൾ ഉണ്ടായപ്പോൾ അവിടെ ഉയർന്ന പ്രധാന ചോദ്യം ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ CPMന്റെ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതാണ് UDF കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു ഘടകം. മറ്റൊന്നു കൂടിയുണ്ട്, രണ്ട് മുന്നണികൾക്കും വലിയ രീതിയിൽ ജിഹാദികളുടെ വലിയ പിന്തുണ ലഭിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നിർലോഭമായ പിന്തുണ ഇടത് വലത് മുന്നണികൾക്ക്, പ്രത്യേകിച്ച് UDFന് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. മതമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കേരളം എങ്ങോട്ട് മാറുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളമാണ് AP അബ്ദുള്ളക്കുട്ടി വരച്ചു കാട്ടിയത്. ഇത് തന്നെയല്ലേ കണ്ണൂരിലെ ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാകുക? തീർച്ചയായും നീലിമ, അത് തന്നെയാകണം ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു. ഈ ഗൃഹസമ്പർക്കത്തിന് പോയ സമയത്ത് ഒരു വീട്ടമ്മ അദ്ദേഹത്തോട് ചോദിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താമരയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അയ്യപ്പൻ അവിടെ ഉണ്ടാകില്ലേ മോനെ എന്ന് അബ്ദുള്ളക്കുട്ടിയോട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വലിയ വികാരമായി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായിട്ടുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് ആ മറുപടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് അതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. വിശ്വാസ സംരക്ഷണം വളരെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ജനങ്ങളെ നേരിടുന്നത്. ഇപ്പോൾ സാനു കൂടി തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാനു, തൃശ്ശൂർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് വളരെ കൃത്യമായി BJPക്കൊപ്പം നിൽക്കുന്ന തൃശ്ശൂരിനെ നമ്മൾ കണ്ടതാണ്. ആ തൃശ്ശൂർ കേരളമൊട്ടാകെ ആവർത്തിക്കുമെന്നാണ് BJP നേതാക്കൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു ആരവം?
ഞങ്ങൾ ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി നമ്മൾ ഈ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഒരു ചായക്കടയിലേക്കാണ്. ആ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ച നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ളവർ അവരൊരു അടക്കം പറച്ചിൽ പറയുകയാണ്. അതായത് BJP ഒരു തരത്തിലും ശക്തിയാവില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നും നേടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേ സമാന നിലയിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് എഴുതി തള്ളിയതാണ് തൃശ്ശൂര്. അവിടെ നിന്നാണ് 75,000-ലധികം വോട്ടുകളുടെ ദൂരത്തിലേക്ക് കയറിക്കൊണ്ട് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി നടന്ന് കയറിയ ചരിത്രം നമ്മൾക്ക് മറക്കാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതേ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ 30 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളിപ്പോൾ കാണുന്ന BJPയുടെ ദൃശ്യങ്ങളിൽ, അതായത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് സമീപത്തുള്ള 10 കൗൺസിൽ, അതായത് 10 ഡിവിഷനുകളിലെ മാത്രം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൊട്ടിക്കലാശമാണ്. അതിനപ്പുറത്ത് നടക്കുന്ന CPM-ന്റെയാണ്, അതിന് തൊട്ടിപ്പുറത്ത് നടക്കുന്നത് LDF-ന്റെയാണ്. ഈ പരിപാടികളിൽ ഈ കൊട്ടിക്കലാശങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും വാശിയേറിയ, ഏറ്റവും ആഘോഷപൂർവ്വമായിട്ടൊരു കൊട്ടിക്കലാശം BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് തന്നെ. അതായത് തൃശ്ശൂർ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്, തൃശ്ശൂർ നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. ആ രാഷ്ട്രീയ സന്ദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അത് കേരളം മനസ്സിലാക്കും. ആ റിസൾട്ട് തന്നെയായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് BJPയുടെ സമുന്നത നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷനും അതിനോട് ചേർന്ന് വരുന്ന 7 നഗരസഭകളിലും നിർണായക ശക്തിയാകുക തൃശ്ശൂർ കോർപ്പറേഷനും അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ